ID കാർഡ് എടുത്താ? അയ്യോ എടുത്തില്ല. ബാലുവിന്റെ ID കാർഡ് എന്തേ? എന്റേതേ ആ താഴത്തെ ഡ്രോയ്ക്കകത്ത് വേണം. ഏറ്റവും താഴത്തെ ഡ്രോയ്ക്കകത്ത് കേട്ടോ. എവിടെയാ? ഇവിടെയാണോ? ആ അതോടെ തന്നെ. ഡേയ് എല്ലാം എടുത്താ നോക്ക്. എല്ലാം എടുത്തു. എന്താ ID കാർഡ് കിട്ടിയാ? ID കാർഡ് കിട്ടി. ആ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നല്ലേ? ഞാനാ എന്തിനാ ഒളിപ്പിച്ച് വെക്കണേ? എടി അത് പുറത്തെടുത്താ കളഞ്ഞു പോകും. അതുകൊണ്ടാണ് സൂക്ഷിച്ച് വെച്ചേക്കണേ, അല്ല ഒളിപ്പിച്ച് വെച്ചേക്കണമെന്നല്ല. അത് ശരിയാ, പുറത്തെടുത്ത പല കാര്യങ്ങളും പുറത്തേക്ക് വരുമല്ലോ. നീ എന്തോന്നടി പറയണേ? കള്ളൻ, പെരും കള്ളനാണ് നിങ്ങൾ. മനസ്സിലൊന്നും പുറത്ത് വേറൊന്നായി കാണിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. നിനക്ക് എന്തടി ഭ്രാന്താ? ആ എനിക്ക് ഭ്രാന്താ. കഴിഞ്ഞ ദിവസം നിങ്ങൾ അമ്മാവന്റെ മോള് വിളിച്ചിരുന്നില്ലേ ഫോണില്? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്തിനാ അവളെ വിളിച്ചതെന്ന്. അപ്പൊ നിങ്ങൾ പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു ഒപ്പിച്ചിട്ട് ഒറ്റ ചാട്ടമായിരുന്നു അവിടുന്ന്. പരസ്പര വിരുദ്ധമായിട്ടാ? ആ ബാലു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. പണ്ട് നിങ്ങൾ എന്നെ പ്രേമിച്ച് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ പേരും പറഞ്ഞായിരുന്നു നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അമ്മാവനും കൂടി അവളെ നിങ്ങളെ തലയിലേക്ക് കെട്ടിയെടുക്കാൻ പോണു, അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം എന്നും പറഞ്ഞായിരുന്നു എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അത് ശരി തന്നെ. അത് ശരിയാണ്. വീട്ടുകാരെല്ലാം കൂടെ അവളെ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒപ്രാളപ്പെട്ട നിന്റെ അടുത്തൊന്ന് പറഞ്ഞത് കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്. പക്ഷെ അതങ്ങനെയല്ല. നിങ്ങൾ അവളെയും ഒരു സ്ഥലത്ത് സൈഡിൽ വെച്ചു, എന്നെ ഒരു സൈഡിൽ വെച്ചിട്ട് രണ്ട് വഞ്ചിയിൽ കാല് കുത്തി നിൽക്കുകയായിരുന്നു. ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. എന്നിട്ട് അവൾ എങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്തി. ഇപ്പോഴും നിർത്തിയിരിക്കുകയാണോ? എന്ത് നിർത്ത്? എന്ത് നിർത്ത് പറ. നീ ഇങ്ങനെ കയറി കയറി പോവണേട്ടാ, എന്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നോ? നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നോന്ന്? അയ്യേ, എനിക്ക് അവളെ അങ്ങനെ കാണാനൊന്നും പറ്റൂല. ഒരു ഭാര്യയുടെ സ്ഥാനത്തൊന്നും എനിക്ക് കാണാൻ പറ്റൂല. ഞാൻ അവളെ സ്നേഹിച്ചിട്ടേ ഇല്ല. ഇല്ല ഇല്ല. ഉറപ്പ്? ഉറപ്പില്ല. ഉറപ്പില്ല? ഉറപ്പ്. ഉറപ്പുണ്ടോ? ഇല്ലയോ? ഉറപ്പുണ്ട്. സ്നേഹിച്ചിട്ടില്ലാന്ന്? ശരി ശരി. ഇതെന്തോന്ന്? ഇത് പൂർണ്ണമായിട്ട് ഫോട്ടോ. നിങ്ങൾ അവര് നല്ല കണക്ഷൻ ആണല്ലേ, അതുകൊണ്ടായിരിക്കും എടുത്ത് വെച്ചേക്കണം. സൂക്ഷിച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെന്തോന്ന്? അത് ലെറ്റർ. ഇതൊക്കെ എന്തോന്നാ? അപ്പൊ അത് കൊറേ ലെറ്റർ. വായിച്ചു നോക്ക്, ഇതാര ലെറ്ററാന്ന്. ഇടി എനിക്ക് പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കണ ഏർപ്പാടുണ്ടെന്ന് അറിയാല്ല. 35-40 വർഷമായ പ്ലെയർ വരെ എൻ്റെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് വയ്ക്കുമ്പോൾ ഇതൊരു രസമല്ലേ പഴയ സാധനങ്ങൾ വെക്കുന്നത്. പഴയ സാധനങ്ങളല്ലേ? ഇത് റയർ പീസ്. നിനക്ക് ഭ്രാന്താണ് ഇത്. എടി എത്ര വർഷമായിട്ട് ഞാൻ സൂക്ഷിക്കണ സാധനങ്ങളെന്നറിയാം. റയർ പീസ്. നിങ്ങളാ റയർ പീസ്. എന്താ പ്രശ്നം? കൊന്നുകളെ ഞാൻ. എടി നിന്നെ കെട്ടാൻ വേണ്ടി ജയദേവ് എന്ന് പറഞ്ഞ ഒരുത്ത പറയാ നടന്നില്ലടി. നീ പറഞ്ഞല്ല അവ ആനയാണ് ചാരയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അവനെ നീ ഇപ്പൊ മനസ്സിൽ കൊണ്ട് നടക്കണാടി. ഞാൻ വിചാരിക്കട്ടാ നീ ഇപ്പൊ മനസ്സിൽ കൊണ്ട് നടക്കണ അവനെ. ഇതുപോലെ തന്നെ എനിക്ക് പൂർണ്ണിമേ. ഞാൻ അവളെ അങ്ങനത്തെ രീതിയിലല്ല സ്നേഹിച്ചത്. എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല കേട്ടോ. പറഞ്ഞേട്ടാ ഇനി എന്റെ സ്ഥാനം തൊട്ടാ എന്റെ കയ്യെ വിട്ടു. അയ്യോ, വലിയ ഉദ്യോഗസ്ഥ, വിദ്യാസമ്പന്ന, കൾച്ചർ ഇല്ലാത്തവള്. എനിക്ക് കൾച്ചർ ഇല്ല. കൾച്ചറില്ല ഒരുത്തി ഉണ്ടല്ലോ, പൂർണിമ. അവളെയും വിളിച്ചോണ്ട് പോ നിങ്ങള് ടൂറിന്. മക്കളും അച്ഛനും എല്ലാം കൂടെ പോയിക്കോ. ഞാൻ വരുന്നില്ല നിങ്ങളെ കൂടെ. എവിടെ? അല്ലെങ്കിൽ നിന്റെ കൂടെ ആരെയാണ് പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആരെ കൊണ്ടുപോണേ? മനസ്സമാധാനം നടത്താം. അച്ഛനെ തള്ളി പറയാനാടാ. നിന്റെ അച്ഛനെ തള്ളിക്കളേണ്ട സമയം എപ്പോഴാ കഴിഞ്ഞു? നിങ്ങക്ക് തള്ളടി.
ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചേ? അതറിയില്ല. നമ്മളിപ്പോ ഇന്നോവ കാറിൽ ഊട്ടിക്കോട് ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുക.